ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 94 റിവ്യൂ. ഹൗസിനുള്ളിൽ റീ എൻട്രി വന്നവരെല്ലാം പുതിയ ഗെയിം കളിച്ചുകൊണ്ടാണ് വരുന്നത്. എല്ലാവരും ഗെയിമാണ്. ഒന്നെങ്കിൽ കപ്പ് നേടാൻ ശ്രമിക്കുന്ന ആളെ കപ്പ് തകർത്തെറിയുക, അവിടെ നേരത്തെ ഉണ്ടാക്കിയ ഇഷ്യൂ സോർട്ട് ഓഫ് ചെയ്യുക. എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളെയാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ശൈത്യയും ശാരിക കെവിയും തമ്മിലുള്ള വഴക്കുണ്ടാകുന്നുണ്ട്. അതിലെ എന്തിനാണ് എപ്പോഴും ചൊറിയുന്നതെന്ന് ശാരികയോട് ശൈത്യ, നീ വലിയ കൂട്ടുകാരി ചമയൊന്നും വേണ്ട, വലിയ ഫ്രണ്ട്ഷിപ്പും വലിയ സ്നേഹവും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ശൈത്യ ഓവർ ഫ്രണ്ട്ഷിപ്പാണ് അവിടെ കാണിക്കുന്നതെന്ന് ശാരിക ഉദ്ദേശിക്കുന്നത്. ആതിര ശരിക്കും കരുതിയിരിക്കുന്നത് ശൈത്യമായിട്ടുള്ള ശാരികയുടെ പ്രശ്നമാണ്. ശരിക്കും അങ്ങനെയല്ല. ആതിരയും നൂറയുമായിട്ടാണ് ശാരികയ്ക്ക് ഇഷ്യൂ. ആവശ്യമില്ലാതെ ശൈത്യ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ശാരിക ഉദ്ദേശിച്ചത്. ശൈത്യ ആതിരയ്ക്കൊപ്പം കൂടിയിരിക്കുന്നത് അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും. അങ്ങനെ തന്നെയാണ്. ശൈത്യം പിൻസിയും നൂറയൊക്കെ ഇപ്പോൾ അനുമോൾക്കെതിരെയാണ് ഗെയിം കളിക്കുന്നത്. ആതിര ഇപ്പോൾ അനുമോൾക്കെതിരെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നൂറേനെ എങ്ങനെയെങ്കിലും കപ്പടിപ്പിക്കണം. അതാണ് ആതിരയുടെ ആത്യന്തികമായ ലക്ഷ്യം. അനുമോൾ പണ്ട് ചെയ്ത ഓരോ കാര്യങ്ങളും ഇപ്പോൾ അനുമോൾക്ക് തിരിച്ചടിക്കുന്നുണ്ട്. അനുമോളുടെ വായിൽ നിന്ന് പുറത്തു വന്ന എല്ലാ വാചകങ്ങൾക്കും നല്ല പണി കിട്ടുന്നുണ്ട് അനുമോൾക്ക്. ശരിക്കും ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിലും താഴ്ത്തിക്കെട്ടലും വഴക്കിടലും മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കുറ്റം പറയാത്ത ഒരാളേ ഉള്ളൂ, അത് അനീഷാണ്. എല്ലാ സീസണിലും അവസാനത്തെ ആഴ്ച നല്ല സൗഹാർദ്ദപരമായി പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ വഴക്കിന്റെ മൂർത്തന്നാവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് 4 പേരാണ് റീ എൻട്രി ചെയ്ത്. 1 ജിഷിന്, 2 പ്രവീണ്, 3 അഭിലാഷ്, 4 രണ ഫാത്തിമ വന്നപ്പോൾ സരിക കലാഭവനുമായിട്ട് പ്രശ്നം. ചേച്ചി 3 ആഴ്ച കൊണ്ട് വീട്ടിൽ പോയില്ലേ എന്ന് കളിയാക്കി പറഞ്ഞ രണയ്ക്ക് കരിച്ചിൽ കൊണ്ടുള്ള മറുപടി. നേരത്തെ എന്നെ ഇങ്ങനെ കരയിച്ചിട്ടുണ്ട്, ഇപ്പോൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിക്കുന്നതെന്നൊക്കെ. വീട്ടുകാരും നാട്ടുകാരും എന്നെ വാഴയെന്നും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു വന്നു. പിന്നെ വന്നിട്ട് എന്തിനാണ് ഇപ്പോഴും കരയുന്നത്? മകനെ കൊണ്ടുവരാത്തത് ഈ സരിക കലാഭവന് വിഷമമുണ്ട്. നേരത്തെ കൊണ്ടുവരണമെന്ന കാര്യം സംസാരിച്ചപ്പോൾ അതിനുമ്പോൾ ചേച്ചി ഔട്ടായി പോയില്ലേ എന്ന് രണ പറഞ്ഞതിന്റെ പേരിലാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടായേക്കുന്നത്. അതിന്റെ പേര് കരയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രണ സോറി പറഞ്ഞ ആ പ്രശ്നം പറ്റിയിരിക്കുന്നുണ്ട്. ആദിലയും നൂറയും ഷൈത്തിയും രണയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അനീഷ് പാത്രം കഴുകാൻ അവരെ വിളിക്കുന്നു. ഇവർക്കൊക്കെ എന്നും മടിയാണ്. ഭക്ഷണം കഴിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ. പണിയെടുക്കാനൊന്നും ഒരു താല്പര്യമില്ല. ബാക്കിയുള്ളവർ പണിയെടുത്ത് കൊണ്ടേ കൊടുത്തോളും. ഞങ്ങൾക്ക് കുറെ സംസാരിക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ശാരികയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ അവർ പറയുന്നു. ശാരിക എന്തോ പറയുന്നു, നൂറയും തിരിച്ചു പറയുന്നു. അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. വഴക്കിന്റെ മൂർത്തനാവസ്ഥയിൽ തള്ളയെന്നൊക്കെ നൂറ വിളിക്കുന്നു. നൂറയും ആദിലയും അവരെ പറ്റി മോശം ലൈവിൽ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അതൊരു കുരിശിത കഥയായിട്ട് വീണ്ടും വരുന്നുണ്ട്. വൈകുന്നേരം പിന്നീട് ആദിലയായിട്ട് പറഞ്ഞ ശാരിക KB സോർട്ട് ഔട്ട് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അടുത്തത് മസ്താനിയുടെ രംഗപ്രവേശമാണ്. മസ്താനി വലിയ താല്പര്യമില്ലാതെയാണ് വന്നത്. അവിടെയുള്ളവർക്ക് മസ്താനിയോട് വലിയ താല്പര്യമൊന്നുമില്ല. കുറച്ചുപേര് മാത്രമാണ് മസ്താനിയോട് സംസാരിക്കുന്നത്. അപ്പാനി മസ്താനിയുടെ അടുത്ത് പോകാതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. അവർ തമ്മിൽ വലിയ മുഖം കാണിക്കലൊന്നും ഉണ്ടായില്ല. എനിക്ക് പുറത്ത് മൊത്തം സൈബർ ബുള്ളിങ് ആണെന്നും പുറത്ത് മൊത്തം നെഗറ്റീവ് ആണെന്നും എല്ലായിടത്തും ഒരു പോസിറ്റീവ് പോലും എനിക്കില്ലെന്നും ബാംഗ്ലൂരിലും കന്നഡയിലും തെലുങ്കിലുമൊക്കെ ഞാൻ കട്ട നെഗറ്റീവായിരുന്നു എന്നും എല്ലാവർക്കും എന്നെ മനസ്സിലായെന്നും മസ്താനി. അക്ബറിനോട് സംസാരിക്കുന്ന അപ്പാനി, ഞാൻ ഇത്ര മോശക്കാരനാണ്, ഒരു പെണ്ണെന്നെ കളിയാക്കി വിട്ടത് ലോകം മുഴുവനും കണ്ടുവെന്ന് അപ്പാനി. ആര്യൻ മസ്താനിക്ക് ഇന്റർവ്യൂ കൊടുത്തെന്നും അതെനിക്ക് സങ്കടമായെന്നും അപ്പാനി. അങ്ങനെ ചെയ്തോ എന്ന് അക്ബർ. ഇതിനിടയ്ക്ക് ജിഷിനും നെവിനും തമ്മിലുള്ള പ്രശ്നം. ജിഷിനാണെന്ന് കൂടുതൽ ചപ്പാത്തിയൊക്കെ ചുട്ടത്. ഒരു ചപ്പാത്തി ജിഷിൻ നെവിൻ്റെയും തട്ടിപ്പറിച്ച് വേസ്റ്റിലിട്ടു. എന്താണ് ആ ചെയ്തതെന്ന് നെവിൻ ചോദിച്ചപ്പോൾ നീ തൊട്ടത് മറ്റാർക്കും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ജിഷിൻ ഏതായാലും അങ്ങനെ പറഞ്ഞത് മോശമായി പോയി. ഒരാൾ തൊട്ട് മറ്റൊരാൾക്ക് കൊടുത്താൽ തന്നെ കുഴപ്പം. എന്റെ കൈ പൊള്ളിയെന്നും ജിഷിൻ ഉണ്ടാക്കിയ ചപ്പാത്തിനെ ഞാൻ കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞ് പോയിരുന്ന കരയുന്ന നെവിൻ. 10-12 ചപ്പാത്തിയാണ് നെവിൻ തന്നതെന്ന് ജിഷിൻ. എന്നാൽ നെവിൻ 10-12 തിന്നിട്ടില്ല. നെവിൻ കിട്ടിയതൊക്കെ കുറെ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. നെവിൻ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലെന്ന് അക്ബർ. നെവിനാണ് ഞങ്ങൾക്ക് ഇത്രയും ദിവസം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നതെന്ന്, കിച്ചൺ അവതാരത്തിലായപ്പോഴൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തന്നതെന്ന് അക്ബർ. അടുത്ത വഴക്ക് ബിൻസി പോയത് അപ്പാനി കാരണമാണെന്ന് അനുമോൾ പറഞ്ഞ വാക്കിൽ പിടിച്ച് ബിൻസിയും അപ്പാനിയും. ഞാൻ അതിന് അപ്പാനിയോട് അന്നേ സോറി പറഞ്ഞതെന്ന് അനുമോൾ. അപ്പോൾ ബിൻസി, എത്ര സോറി പറഞ്ഞാലും എത്ര വാക്കുകൾ പറഞ്ഞാലും പുറത്ത് എനിക്കുണ്ടായ നെഗറ്റീവ് മാറ്റാൻ ഇനി സാധിക്കുമോ എന്നൊക്കെ ബിൻസിയും അപ്പാനിയും. ബിൻസിക്ക് ഏതായാലും പുറത്ത് നല്ല നെഗറ്റീവായിരുന്നു. ഷൈത്യയും നല്ല നെഗറ്റീവാണ്. അതായത് ഷൈത്യയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും നെഗറ്റീവായിട്ടുണ്ട്. ബിൻസിയും അപ്പാനി ഇവിടെ സംസാരിച്ച് വേണ്ടാത്ത രീതിയിൽ ചിത്രീകരിച്ചതാണെന്ന് ബിൻസി അനുമോളോട്. നീ അനീഷ് ഏട്ടനോട് കയ്യും കൈലാശവും കാണിച്ചപ്പോൾ അത് തമാശ, ഞങ്ങൾ സംസാരിച്ചു, അത് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ബിൻസി അനുമോളുടെ അടുത്ത് കത്തിക്കയറി. ഇതിനിടയ്ക്ക് അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്ത് ആദില. ബിൻസി വൾഗർ ഡ്രസ് ഇട്ട് അപ്പാനിയെ ക്ലിവേജ് കാണിച്ച് മയക്കാൻ ശ്രമിച്ചുവെന്ന് ആദിലയോട് അനുമോൾ പറഞ്ഞുവെന്ന് ആദില. കിട്ടിയ അവസരം മുതലാക്കിയ ആദില അനുമോളുടെ കപ്പ് എങ്ങനെയും തകർക്കണം, പകരം ആ കപ്പ നൂറയ്ക്ക് കിട്ടണം. അതാണ് ആദിലയുടെ ലക്ഷ്യം. ശൈത്യയാണ് അപ്പാനിയുടെയും ബിൻസിയുടെയും വിഷയം ആദ്യം എടുത്തിട്ട് പിന്നീട് ആദിലയും നൂറയുമാണ് അത് വീണ്ടും ചൂടാക്കിയത്. അത് ഷാനവാസ് എടുത്തിട്ട് ഗെയിമായിട്ട് കളിച്ചിട്ടുണ്ട്. അനുമോളും അപ്പാനിക്കെതിരെ വാക്കുകൾ കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദിലയും നൂറയും ഒന്നും അറിയാത്തതുപോലെ അനുമോൾക്കെതിരെ സംസാരിക്കുന്നു. ക്ലീവേജിന്റെ കാര്യമൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ആരാണെന്ന് വീഡിയോ ഒക്കെ തിരിച്ചു നോക്കി അറിയാൻ പറ്റും. ജയിക്കാൻ വേണ്ടി എന്ത് തറക്കളിയും കളിക്കാൻ ശ്രമിക്കുന്നവരാണ് ആദിലയും നൂറയും. ഷാനവാസിനെ ഇപ്പോൾ കാണാനില്ല, എവിടെ പോയാവോ? ഷാനവാസിന് മനസ്സിലായി സത്യം എന്താണെന്ന്. അതായിരിക്കും ഷാനവാസ് മിണ്ടാത്തതെന്ന് അപ്പാനി. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് നിന്നെ ഷാനവാസ് ബ്ലാക്ക് മെയിൽ ചെയ്തതെന്ന് അപ്പാനിയോട് അക്ബർ ചോദിക്കുന്നു. ശൈത്യ, ആദില, നൂറ് എന്നിവർ ചേർന്നാണ് ഇത് ഷാനവാസിന് ഇട്ടുകൊടുത്തത്. അനുമോൾ ഇത് കേട്ടുകൊണ്ടേ നിൽക്കുന്ന വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എല്ലാവരും കൂടിയാണ് തെറ്റിയത്. പക്ഷെ എക്സ്പോസ് ആവുന്ന അനുമോൾ മാത്രം. ആദില നൂറയൊക്കെ നൈസായിട്ട് മാറി നിൽക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാത്ത അനീഷായിരിക്കും പ്രേക്ഷകർക്ക് പ്രിയങ്കരൻ. അതുകൊണ്ടായിരിക്കും പ്രേക്ഷകരിൽ നിന്ന് നല്ല വോട്ട് അനീഷിന് കിട്ടുന്നത്.
അനീഷ് കപ്പടിക്കുമോ അതോ അനുമോളോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യൂ.